റൂസ്റ്റ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൽപുട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പാൽപുട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വറുത്തെടുക്കുന്ന പൊടിയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഈ പൊടിക്കാണ്. ഇതാണ് പുട്ടുണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റി കളയാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ചെറിയ ഹോളുള്ളത് നോക്കി എടുക്കണം. വലിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്യരുത്. ചെറുതിൽ നമുക്കിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കും. അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് 1/4 കപ്പ് ക്യാരറ്റ്. ഇനി ചേർക്കുന്നത് ഷുഗറാണ്. 2 ടീസ്പൂൺ ഷുഗർ നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മൾ കറികളൊന്നും കൂട്ടിയല്ല കഴിക്കുന്നത്. അപ്പോൾ ഒരു ഇളം മധുരമാണ് നമ്മുടെ പുട്ടിന്. ഇപ്പോൾ 2 ടീസ്പൂൺ ഷുഗർ ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം കുതിരാനായി മാറ്റി വെച്ച പൊടിയിലേക്ക് ഇതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം പൊടി നനയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറവായിട്ട് തോന്നും. ക്യാരറ്റിന് നനവുള്ളത് കൊണ്ട് അത് ചേർക്കുമ്പോൾ പാകമായിരിക്കും. ഇത് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. പിന്നെ വേറെ ഒന്ന്, നമ്മൾ വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാൽ ചേർത്താൽ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പാൽപ്പൊടിയാണ്. ഇവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പാൽപുട്ട് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഈ പാൽപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വരുന്നത് പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാൽ ചേർക്കാവുന്നതാണ്.
പാൽപ്പൊടിക്ക് പകരം പാൽ ചേർത്താലും മതി. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു കുക്കറിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ അടിയിലിട്ട് കൊടുക്കാം. മീതെ അല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിലെ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പുട്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങാം. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പാൽപുട്ട്, നല്ല സോഫ്റ്റ് പുട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടോ. ഈ പാൽപുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത്. ഒരു ചെറിയ മധുരവും ക്യാരറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇളം മധുരമുള്ള ഈ പുട്ട് കറി ഒന്നും കൂടാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഇത്.